ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആയുസ്സിൽ ഒരു പുതിയ ദിവസം കൂടെ കാണുവാൻ നമ്മളെ ഇടയാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം ആവർത്തന പുസ്തകം 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി സംഖ്യാപുസ്തകം 16 അധ്യായം 6 വാക്യം. കോരഹും അവൻ്റെ എല്ലാ കൂട്ടവുമായുള്ളവരെ നിങ്ങൾ ഇത് ചെയ്യുവിൻ. മോശയുടെയും അഹരോൻ്റെയും പൗരോഹിത്യ നേതൃത്വത്തെ ചോദ്യം ചെയ്തവരിൽ ഒരുവനാണ് കോരഹ്. എന്നാൽ വേദപുസ്തകത്തിൽ ഒന്നിലധികം പേർക്ക് കോരഹ് എന്ന പേരുള്ളതായിട്ട് കാണുന്നു. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുന്ന വ്യക്തിയായ കോരഹിനെക്കുറിച്ച് സംഖ്യാപുസ്തകം 16 അധ്യായത്തിലാണ് കാണുന്നത്. ഇവിടെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് കോരഹിനെക്കുറിച്ച് നമ്മൾ കാണുന്നത്. കോരഹിനോടൊപ്പം രൂബേൻ ഗോത്രക്കാരനായ ദാഥാനും അബീരാമും പേലത്തിൻ്റെ മകനായ ഓനും ഉണ്ടായിരുന്നു. ഇവരോടൊപ്പം അന്നത്തെ പ്രധാനികളും പൊതുസമ്മതരുമായ 250 ആളുകളും ഉണ്ടായിരുന്നതായിട്ട് കാണുന്നു. എന്നാൽ അഹരോൻ്റെ കുലത്തിൽ മാത്രം പൗരോഹിത്യ പദവി ഒതുക്കി നിർത്തിയതിനെയാണ് ഇവർ എതിർത്തത്. എന്നാൽ എല്ലാ ലേവ്യർക്കും പൗരോഹിത്യ മുറപ്രകാരം ധൂപമർപ്പിക്കുവാൻ അവകാശമുണ്ടെന്നായിരുന്നു ഇവിടെ കോരഹിൻ്റെ വാദം. ഈ ഭാഗത്തു നിന്നും ചില ചിന്തകൾ പങ്കുവയ്ക്കാമെന്നത്രേ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, എതിർപ്പ് നാശത്തിൻ്റെ അടയാളമായി ശേഷിക്കുന്നു. ദാഥാൻ്റെയും അബീരാമിൻ്റെയും എതിർപ്പ് പൗരോഹിത്യ മുറയെക്കുറിച്ചായിരുന്നില്ല. മറിച്ച് ഈ ഭാഗങ്ങൾ സസൂക്ഷ്മം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് മോശയുടെ ഭരണാധിപ സ്ഥാനത്തെ കുറിച്ചായിരുന്നു. സംഖ്യാപുസ്തകം 16 അധ്യായം 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായി കഴിയും. ഇവിടെ എതിർപ്പ് പരിഹരിക്കുവാനായിരിക്കാം മോശ ആളയച്ച് ദാഥാനെയും അബീരാമിനെയും വിളിപ്പിക്കുന്നു. എന്നാൽ മോശയുടെ അടുക്കിലേക്ക് പോകുവാൻ അവർ കൂട്ടാക്കുന്നില്ല. നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് അധിപതി ആക്കുന്നുവോ എന്നവർ ചോദിക്കുന്നു. നീ ഇവരുടെ കണ്ണ് ചുഴന്നു കളയുമോ? ഞങ്ങൾ വരികയില്ല എന്ന് അവർ ഉറപ്പിച്ച് അവിടെ പറയുന്നു. ദൈവം അയച്ച അഥവാ ദൈവത്താൽ അഭിഷിക്തരായവരോടുള്ള എതിർപ്പ് അത് ദൈവം പൊറുക്കയില്ല എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ സംഭവത്തിൻ്റെ അനന്തരഫലം എന്താണെന്നറിയണ്ടേ? ധൂപകലശത്തിൽ തീ കത്തിച്ച് പരീക്ഷണം നടത്തുന്നതോടൊപ്പം കോരഹും അവനെ പിന്തുണച്ച 250 പേരും വെന്തെരിയുകയും ചെയ്യുന്നു. ദാഥാനെയും അബീരാമിനെയും അവരുടെ കുടുംബങ്ങളെയും ഭൂമി പിളർന്ന് വിഴുങ്ങുന്നതായി കാണുന്നു. നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കുവാനുള്ള ഒരു അടയാളമായി ഇന്നും ഇത് ശേഷിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട്, ഭക്തി അനുഗ്രഹത്തിൻ്റെ അടയാളമായി ശേഷിക്കുന്നു. സംഖ്യാപുസ്തകം 26 അധ്യായം 10-11 വാക്യങ്ങളിൽ നിന്നും കോരഹിൻ്റെ പുത്രന്മാർ മരിച്ചില്ല എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവർ, അതായത് കോരഹിൻ്റെ സന്താന പരമ്പരകൾ, ദൈവാലയ വാതിൽ കാവൽക്കാരും പാട്ടുകാരും ആയിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. 2 ദിനവൃത്താന്തം 20 അധ്യായം 19 വാക്യത്തിൽ ഇവർ അത്യുച്ചത്തിൽ യഹോവയെ സ്തുതിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ചില സങ്കീർത്തനങ്ങൾക്കും കോരഹ് പുത്രന്മാരുടെ ധ്യാനമെന്നോ കോരഹ് പുത്രന്മാരുടെ സങ്കീർത്തനമെന്നോ തലക്കെട്ട് നൽകിയിരിക്കുന്നതായി കാണുന്നുണ്ട്. ദൈവഭയവും ദൈവിക ഭക്തിയും എന്നേക്കും നിലനിൽക്കുന്ന ഒന്നാകുന്നു. ഭയഭക്തിയോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നു. നമ്മുടെയും ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. എതിർപ്പോ നിഗളഭാവമോ ഇല്ലാതെ, നാശത്തിൻ്റെ അടയാളമായി ശേഷിക്കാതെ, ദൈവത്തോടുള്ള യഥാർത്ഥ ഭക്തിയോടെ വിനയത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, നിത്യനാശത്തിൻ്റെ അനുഭവത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ആമേൻ.